ഒക്ടോബർ 1 വിശുദ്ധ ചെറുപുഷ്പത്തിൻ്റെ തിരുനാൾ. ഒരുപാട് ചെറിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടും അനുഭവിച്ചുകൊണ്ടും നമ്മൾ ഒരു പുതിയ പ്രഭാതത്തിലേക്ക് കടന്നു. ഉദിച്ചുയരുന്ന സൂര്യനെപ്പോലെ നമ്മുടെ പ്രതീക്ഷകളും ഉയരുകയാണ്. വലിയ കാര്യങ്ങളിലേക്ക് നമ്മെ നയിക്കുന്ന സ്വപ്നങ്ങളോടെ ആയിരിക്കാം നമ്മൾ ഈ ദിവസത്തിൻ്റെ നടപ്പാതയിലൂടെ മുന്നോട്ട് നീങ്ങുന്നത്. പിന്നെ ദിവസത്തിന് സ്പീഡ് കൂടുമ്പോൾ യാത്രയ്ക്കും സ്പീഡ് കൂടും. വലിയ കാര്യങ്ങൾ വെട്ടിപ്പിടിക്കുവാനുള്ള വ്യഗ്രതയിൽ നമ്മോടൊപ്പം നീങ്ങുന്ന ചെറിയ കാര്യങ്ങളെ നമ്മൾ അവഗണിച്ചു തുടങ്ങും. അങ്ങനെ ജീവിതത്തിൻ്റെ ശാന്തതയും ഭംഗിയും നഷ്ടപ്പെട്ടു പോകും. ഇത് എന്നും ആവർത്തിക്കപ്പെടുന്നതിനാൽ ജീവിതം സാധാരണത്വത്തിലേക്ക് വഴുതി വീഴും. അതുവഴി ജീവിതത്തിൻ്റെ അത്ഭുതങ്ങൾ ക്രമേണ അപ്രത്യക്ഷമാകും. മറിച്ചൊരു വഴിയും കാഴ്ചപ്പാടുമുണ്ടെന്ന് കാണിച്ചു തന്ന ഒരു വലിയ വിശുദ്ധയുടെ തിരുനാളാണ് നമ്മൾ ഇന്ന് ആഘോഷിക്കുന്നത്. അവളുടെ കണ്ണുകളിൽ ചെറിയവയ്ക്കെല്ലാം വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. വഴിയോരത്തെ കൊച്ചുപൂവ് വിളിച്ചു പറഞ്ഞ ചെറുമയുടെ വലിപ്പം അവൾ ശ്രദ്ധിച്ചു. അങ്ങനെ അവൾ ചെറുപുഷ്പമായി. ആ ചെറുമ അവളുടെ പേരിനോടും ചേർന്നുപോയി. അങ്ങനെ അവൾ കൊച്ചു ത്രേസ്യ എന്നറിയപ്പെട്ടു. കർമ്മലമഠത്തിലെ കൊച്ചു ലോകത്തിൽ ഒതുങ്ങിയ അവളുടെ ജീവിതത്തിൽ സ്വപ്നങ്ങൾക്ക് ഒത്തിരി പ്രാധാന്യമുണ്ടായിരുന്നു. അവൾ സ്വർഗമെന്ന വലിയ ലോകത്തെ സ്വപ്നം കണ്ടു. അവിടേക്ക് കയറാനുള്ള ഒരു കുറുക്കുവഴിയും അവൾ കണ്ടുപിടിച്ചു. അത് അവളെ താങ്ങിയെടുത്ത് മുകളിലേക്ക് ഉയർത്തിയ ദൈവത്തിൻ്റെ കരങ്ങളായിരുന്നു. അവിടുത്തെ കരങ്ങളിൽ അവൾ വീണ്ടും ചെറുതായി ഒരു ശിശുവിനെ പോലെ. ആ വഴിക്ക്, ശിശുത്വത്തിൻ്റെ വഴിക്ക് അവൾ കുറുക്കുവഴി എന്ന് പേരിട്ടു. ദൈവകരങ്ങളിലായിരിക്കുക എന്നത് പ്രത്യാശയുടെ ഏറ്റവും വലിയ അനുഭവമായിരുന്നു. അവളുടെ കുറുക്കുവഴി പ്രത്യാശയിലേക്കുള്ള ഉയർത്തപ്പെടൽ കൂടിയായിരുന്നു. സ്നേഹത്തെ അവൾ ഒരു സാന്നിധ്യമായി അനുഭവിച്ചു. അത് വ്യക്തിത്വം പൂണ്ടുനിന്നു. അതിൽ തൻ്റെ ജീവിതപൂർണ്ണതയിലേക്കുള്ള വിളിയുടെ അർത്ഥം അവൾ കണ്ടെത്തി. അവൾ വിളിച്ചു പറഞ്ഞു, എൻ്റെ ദൈവവിളി സ്നേഹമാണ്. സ്നേഹമാണ് നമ്മെ ജീവിതത്തിലൊപ്പം ചെല്ലുവാൻ മാടി വിളിക്കുന്നത്. അത് തൻ്റെ ചിറകുകളിൽ നമ്മെ ഉയരങ്ങളിലേക്ക് വഹിക്കും. ഒരു വാനമ്പാടിയെപ്പോലെ അവൾ സ്നേഹഗീതങ്ങൾ ആലപിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പറന്നുയർന്നു. ഒന്നും കൈവിടാതെ ദൈവകരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട്, ഭാവനയുടെ ചിറകുകളിൽ സഞ്ചരിച്ചുകൊണ്ട് സ്വർഗത്തിലാണ് ഭാവനയുടെ ലോകം പൂർണ്ണമായി വിരിയുന്നതെന്നും അവൾ സ്വപ്നം കണ്ടു. അവളുടെ മരണവും ഒരു സ്വപ്നം പോലെ കടന്നുപോയി. വെറും 24 വയസ്സ്. എല്ലാം അവൾ ഓർമ്മക്കുറിപ്പായി എഴുതി വെച്ചു. സ്നേഹത്തിൻ്റെ കുറുക്ക് വഴിയെക്കുറിച്ച്, അവൾ കടന്നുപോയ വഴിയെക്കുറിച്ച്. പൂക്കളെ അവൾ കൂടെ കൊണ്ടുപോയി. സ്വർഗത്തിൽ 1000 പൂക്കൾ വിരിയുമെന്നും അവൾ സ്വപ്നം കണ്ടു. സ്വർഗത്തിൽ നിന്നും താഴോട്ട് നോക്കിയാൽ കാണാവുന്ന കൊച്ചു ലോകത്തിലേക്ക് റോസപ്പൂക്കൾ വിതറുമെന്ന് അവൾ വാക്കുകൊടുത്തിട്ട് കടന്നുപോയി. എവിടെയെല്ലാം റോസപ്പൂക്കളും ലില്ലിപ്പൂക്കളും ഒക്കെ വിരിയുന്നുവോ അവിടെയെല്ലാം സ്വർഗസ്ഥയായ കൊച്ചു ത്രേസ്യയായും എത്തുന്നുണ്ട്. അവളുടെ പേരിൻ്റെ ആദ്യ അക്ഷരം ടി ആകാശത്തിൽ എഴുതപ്പെട്ടു എന്ന് അവൾ പറഞ്ഞിട്ട് പോയി. ഭൂമിയിൽ അവളുടെ പേരിൽ കൂട്ടായ്മകൾ പിറന്നു, പ്രസ്ഥാനങ്ങൾ വളർന്നു. ഒരുപാട് പേർ അവളുടെ പേര് സ്വീകരിച്ചു. അവളുടെ അനുസ്മരണം അവർ ഏറ്റെടുത്തു. കൊച്ചു ത്രേസ്യയുടെ ചെറുപുഷ്പത്തിൻ്റെ കഥ നമ്മുടേതുമാണ്. അവളുടെ ഉൾക്കാഴ്ച നമുക്കും ഉണ്ടാകണമെന്ന് മാത്രം. ചെറുതായിട്ടായിരുന്നു നമ്മുടെയും ജീവിതത്തിൻ്റെ ആരംഭം. ഒരു പ്രഭാതം പോലെ. ഉയർച്ചയും വളർച്ചയും ഉണ്ടായിരിക്കും ദിവസത്തിന്. എങ്കിലും സായാഹ്നവും അടുക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. പിന്നെ ഉറങ്ങാൻ സമയമാകും. ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എല്ലാവരും, പ്രായമായവരും കുഞ്ഞുങ്ങളുമടക്കം എല്ലാവരും ഉറങ്ങാൻ കിടക്കും. ഉറക്കം മരണത്തിൻ്റെ പ്രതീകമാണ്, മരണം ഉറക്കത്തിൻ്റെയും. ഏവരും ഈ ലോകത്തോട് വിട പറയുമ്പോൾ വീണ്ടും ശിശുക്കളെ പോലെയാകുന്നു, മറ്റുള്ളവരുടെ പരിചരണത്തിൽ, അവരുടെ കരങ്ങളിൽ. അവിടെ നിന്നാണ് എല്ലാവരും സ്വപ്നലോകത്തിലേക്ക് കടന്നു പോകുന്നത്. ചെറുതിൽ ആരംഭിക്കുന്നതാണ് ജീവിതം. ചെറുതിലേക്ക് ഒതുങ്ങി പൂർത്തിയാക്കപ്പെടുന്നതുമാണ് ജീവിതം. എങ്കിലും ജീവിതത്തിന് അതിൻ്റെ തനിമയുണ്ട്. ജീവിതത്തിന് അതിൻ്റെ ഔന്നത്യവുമുണ്ട്. സ്വർഗത്തോളം ഉയരുന്ന ഔന്നത്യം. ജീവിതത്തിൽ തുടക്കം മുതൽ ഒടുക്കം വരെ ഒപ്പം പോകുന്ന ഒരു സാന്നിധ്യമുണ്ട്, ഒരിക്കലും നമ്മെ കൈവിടാതെ. അത് സ്നേഹമാണ്. സ്നേഹം വ്യക്തിത്വം പൂണ്ടതാണ് ദൈവം. ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും അമ്മയുടെയും അപ്പൻ്റെയും സാന്നിധ്യമാണ്. ദൈവത്തിന് നമ്മൾ എപ്പോഴും കൊച്ചുമക്കളാണ്. അവിടുത്തെ കരങ്ങളിൽ നിന്ന് അകന്നു പോകുവാൻ അവിടുന്ന് നമ്മെ അനുവദിക്കുകയില്ല. അതാണ് ദൈവത്തിൽ ഒരിക്കലും അവസാനിക്കാത്ത നമ്മുടെ ബാല്യകാലം. ചെറുപുഷ്പം ഇതെല്ലാം നമ്മെ അനുസ്മരിപ്പിച്ചുകൊണ്ട് സ്വർഗീയ പ്രതീസായിൽ വിരിഞ്ഞു നിൽക്കുന്നു. അവളെ ദർശിക്കുവാൻ നമ്മുടെ ആത്മീയ ഭാവന വിടരണം. ആ വിടരുന്ന അവസ്ഥയാണ് നമ്മെ വിശുദ്ധരാക്കുന്ന പുണ്യം.
പുണ്യവതിയിൽ നിന്നും ഈ പുണ്യം ഏവർക്കും ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാ പ്രസ്ഥാനങ്ങൾക്കും സംവിധാനങ്ങൾക്കും, പ്രത്യേകിച്ച് അവളുടെ പേരിലുള്ള സന്യാസഭകൾക്കും സ്കൂളുകൾക്കും എല്ലാം, എല്ലാ കുട്ടികൾക്കും, അവരെ സംരക്ഷിക്കുന്ന പിതൃ മാതൃ തുല്യരായ ഏവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ആശംസിക്കുന്നു. സ്നേഹപൂർവ്വം ഫാദർ ജെയിംസ് പുറത്തയിൽ, CST.